CCയിൽ ഇത് ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ ടൈം. CCയുടെ എല്ലാ കോഴ്സുകളും ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം 30% ഓഫർ പ്രൈസിൽ. 20-ാം തീയതി മുതൽ 27-ാം തീയതി വരെ മാത്രമാണ് ഈ ഒരു അവസരം. അപ്പോൾ ഇനി വരുന്ന പുതുവർഷം നിങ്ങൾക്ക് പഠനത്തിന്റെ വർഷമാക്കി മാറ്റാം. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ വന്നു, എക്സാമിനേഷൻ ഡേറ്റും വന്നു. ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സോ വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും നമ്മളെ സമീപിച്ച് നോക്കും വളരെ നിർണായകമാണ്. ഈ നമ്മൾ എഴുതാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷ ഇത്തവണ ഉറപ്പായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യണം. കാരണം ഇതൊരു മത്സര പരീക്ഷയിലെ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തൊരു മത്സര പരീക്ഷയാണ്. സോ നിങ്ങൾ എന്താണോ വൃത്തിയായിട്ട് പഠിക്കുന്നത് അത് ക്ലാസ്സിൽ പോയി അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭേദപ്പെട്ട റിസൾട്ട് കിട്ടാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള 100% ബോധ്യത്തോടുകൂടി വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. അപ്പൊ നമ്മൾ ഇന്ന് മാത്സിനകത്തെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, എല്ലാവർക്കും ഒരു പേടിയാണ് ഈ മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ. സോ മാത്സിനകത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. സോ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത, കഴിഞ്ഞു പോയ കേട്ടറ്റ് കാറ്റഗറി 1 and 2 പരീക്ഷകളിലെ സ്ഥിരമായിട്ട് ചോദിച്ചു മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കൂടി സാധിക്കും എന്നുള്ളൊരു മറ്റൊരു പ്രത്യേകതയുണ്ട്. സോ അതുകൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഇത്തവണത്തെ കേട്ടറ്റ് പരീക്ഷ നമുക്കുള്ളതാണെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഇനിയുള്ള ഓരോ ദിവസങ്ങളും തള്ളി നിൽക്കുവാൻ. ഇനി നിങ്ങളുടെ മുമ്പിലുള്ള ദിവസങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തിയെടുത്ത് 2025 തുടക്കത്തിൽ ജനുവരി മാസത്തിൽ നടക്കാൻ പോകുന്ന ഈ പരീക്ഷ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കരുത്. ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4 എന്നിങ്ങനെ എഴുതി എടുത്ത് അത് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോണം. ഇതിന്റെ തുടർച്ചയായിട്ട് കുറെ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഫ്രീ ക്ലാസ്സുകൾ മാത്രം തന്നെ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആ ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണം. നമുക്ക് നേരെ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ മക്കളെ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കണ്ടോ? സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യം. റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യം. സ്ഥിരം ചോദ്യമാണ്. സ്ഥിരം ചോദ്യം. നമ്മൾ കാണുമ്പോൾ എന്തോ ഭയങ്കര സംഭവം എന്ന് തോന്നും, പക്ഷെ ഒന്നുമില്ലടാ, ഏറ്റവും സിമ്പിൾ സാധനമാണ്. കണ്ടോ? റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യത്തിലെ അവസാനം ഇൻഫിനിറ്റി സിമ്പിളും കാണും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, റൂട്ട് ഓഫ് 42 പ്ലസ് റൂട്ട് ഓഫ് 42 പ്ലസ് റൂട്ട് ഓഫ് 42 ടു ഇൻഫിനിറ്റി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ മക്കളെ, ആ റൂട്ടിനകത്തുള്ള സംഖ്യ പുറത്തേക്ക് എഴുതണം. എടാ, റൂട്ടിനകത്തുള്ള സംഖ്യ എടുത്ത് പുറത്തേക്ക് എഴുതുക. റൂട്ടിനകത്തുള്ള സംഖ്യ 42, അതെടുത്ത് പുറത്തേക്ക് എഴുതണം. ഇനി നിങ്ങൾ ആലോചിക്കണം, ആ 42 കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം എന്ന് ആലോചിക്കണം. എടാ, തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാല് 1, 2, 2, 3, 3, 4 അങ്ങനെ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 42 കിട്ടണം. സോ അത്തരത്തില് വരുന്ന 2 സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് നിങ്ങൾ പറയും, സാറേ 6ഉം 7ഉം കൂടെ ഗുണിച്ചാൽ പോരെ, മതിയേ. എടാ, 6ഉം 7ഉം കൂടെ ഗുണിക്കുവാണെങ്കിൽ 42 ആണ്. മാത്രമല്ല 6ഉം 7ഉം തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആ സംഖ്യകൾ അങ്ങോട്ട് വൃത്തിയായിട്ട് എഴുതി വെച്ചു. അതായത് 42 കിട്ടാൻ വേണ്ടി തുടർച്ചയായ 2 സംഖ്യകൾ, അത് 6ഉം 7ഉം കൂടെ ആണ് ഗുണിക്കേണ്ടത് എന്ന് മനസ്സിലായി. ഇനി ആ 2 സംഖ്യകൾ ഒന്നും കൂടെ നോക്കുക. എന്നിട്ട് റൂട്ടിനകത്തേക്ക് നോക്കുക. എടാ മക്കളെ, റൂട്ടിനകത്തെ ചിഹ്നം ശ്രദ്ധിക്കണം. ആ റൂട്ടിനകത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ ആ 2 സംഖ്യകളിലെ വലിയ നമ്പർ ആയിരിക്കും ആൻസർ. മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ. ഒന്നും കൂടെ, പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ. പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ. ഇവിടെ പ്ലസ് അല്ലടാ. പ്ലസ് ആയതുകൊണ്ട് വലിയ നമ്പർ ആൻസർ ആയിട്ട് പരിഗണിക്കുക. വലിയ നമ്പർ 7 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒന്നാമത്തെ ഉത്തരം 7 എന്ന് വരും. കണ്ടോ? ഒറ്റ സെക്കൻഡ് കൊണ്ട് ആൻസർ കിട്ടിയണ്ട. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം പറയാം. എടാ, 56 കിട്ടാൻ വേണ്ടി ഏതൊക്കെ 2 തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ ഗുണിക്കണം?
അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 56 കിട്ടണം. അപ്പൊ നിങ്ങൾ പറയും സാറേ 7ഉം 8ഉം കൂടെ ഗുണിച്ചാൽ പോരെ? മതിയാ. 7ഉം 8ഉം കൂടെ ഗുണിച്ചാൽ 56 ആണ്. 7 × 8 56 ആണ്. എന്നിട്ട് നിങ്ങൾ ആ ചിഹ്നം നോക്കുക, റൂട്ടിനകത്തെ ചിഹ്നം നോക്കുക. റൂട്ടിനകത്തെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് വലിയ നമ്പറാണ് ആൻസർ. അതായത് 7ആണോ വലുത് 8ആണോ വലുത്? 8 അല്ലേ വലുത്. അപ്പൊ നമ്മുടെ ഉത്തരം 8 എന്ന് വരും. കണ്ടോ, സിമ്പിൾ അല്ലേ? അങ്ങനാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം, √12 മൈനസ് √12 മൈനസ് √12 ടു ഇൻഫിനിറ്റി. ഇവിടെ 12 കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? 3 4 കൂടെ ഗുണിച്ചാൽ പോരെ? 3 4 കൂടെ ഗുണിച്ചാൽ മതി. അതായത് 3 × 4 ആണ് 12 എന്ന് മനസ്സിലായി. ഇനി റൂട്ടിനകത്തെ ചിഹ്നം നോക്കുക. റൂട്ടിനകത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ ആൻസർ ആയിട്ട് വന്നേനെ. പക്ഷെ ഇവിടെ റൂട്ടിനകത്തെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് ചെറിയ നമ്പർ ആൻസർ ആയിട്ട് പരിഗണിക്കുക. ചെറിയ നമ്പർ 3 ആണ്. നമ്മളുടെ ഉത്തരവും 3 തന്നെയാണ്. ചെറിയ നമ്പറാണ് ആൻസർ. പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യ എന്ന് ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിലേ എടാ മക്കളെ 30 കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. 30 ആണ് കിട്ടേണ്ടത്. 30 കിട്ടാൻ വേണ്ടി ഏതൊക്കെ രണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം എന്ന് ആലോചിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും, തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളാണ്. സ്വാഭാവികമായിട്ടും 5ഉം 6ഉം കൂടെ ഗുണിച്ചാൽ മതി. 5 × 6 ആണ് 30. 5ഉം 6ഉം കൂടെ ഗുണിക്കുകയാണെങ്കിൽ 30 എന്ന് വരും. 5 × 6 ആണ് 30. ഇനി റൂട്ടിനകത്തേക്ക് നോക്കുക. റൂട്ടിനകത്തേക്ക് നോക്കുക. റൂട്ടിനകത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, റൂട്ടിനകത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ, മൈനസ് ആയതുകൊണ്ട് ചെറിയ സംഖ്യ. മൈനസ് ആണ് ഇവിടെ, അതുകൊണ്ട് ചെറിയ നമ്പർ. ആൻസർ 5 ആണ്. 5 ആണ്. 5 ആണ്. 5 ആണ്. ഇത്ര ഉള്ള പരിപാടി. അപ്പൊ അങ്ങനാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സെറ്റ് ചോദ്യങ്ങളെല്ലാം വിത്തിൻ സെക്കൻഡ്സിലെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുക. റൂട്ടിനകത്തുനിന്ന് ആ റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യങ്ങൾ ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. ഇനി അടുത്ത സെറ്റിലേക്ക് നമ്മൾ കടക്കുവാണ്. ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക. √12 √12 ടു ഇൻഫിനിറ്റി. അതായത് റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യം തന്നെയാണ്. പക്ഷേ പ്ലസും ഇല്ല മൈനസും ഇല്ല. എടാ പ്ലസും മൈനസും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഗുണനമാണ്. പ്ലസും ഇല്ല മൈനസും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഗുണനമാണ്. സോ അങ്ങനെ ഗുണനമാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഗുണനമാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ അതുപോലെ തന്നെ എഴുതി വെച്ചു. അതാണ് ആൻസർ. അപ്പൊ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ ഏതാ? 12 അല്ലേ. അപ്പൊ നമ്മളുടെ ഉത്തരം 12 എന്ന് വരും. അപ്പോൾ ഗുണനമാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ ഏതാണോ അതിനെ ആൻസർ ആയിട്ട് പരിഗണിക്കുക. സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. 1 സെക്കൻഡ് പോലും വേണ്ട ആൻസറിലേക്ക് എത്താൻ. സോ അങ്ങനാണെങ്കിൽ √45 × √45 ടു ഇൻഫിനിറ്റി. ആലോചിക്കടാ. പ്ലസോ മൈനസോ ആണെങ്കിൽ നമ്മൾ തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യകൾ ഒപ്പിക്കണം. ഇവിടെ പ്ലസും മൈനസും ഒന്നുമല്ല, ഗുണനമാണ്. സോ ഗുണനമാണെങ്കിൽ റൂട്ടിനകത്തുള്ള സംഖ്യ ഏതാണോ അതിനെ ആൻസർ ആയിട്ട് പരിഗണിക്കുക. ഇപ്പൊ റൂട്ടിനകത്തുള്ള സംഖ്യ 45 ആയതുകൊണ്ട് ഉത്തരം 45 എന്ന് വരും. കണ്ടോ? സോ അങ്ങനാണെങ്കിൽ √10 ടു ഇൻഫിനിറ്റി ഗുണനമാണ്. പ്ലസും മൈനസും അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഗുണനമാണ്. അങ്ങനെ ഗുണനമാണെങ്കിൽ പിന്നെ വേറൊന്നും ആലോചിക്കേണ്ട. റൂട്ടിനകത്ത് കിടക്കുന്നവൻ ആരാണോ അവനെ ആൻസർ ആയിട്ട് പരിഗണിക്കുക. റൂട്ടിനകത്ത് കിടക്കുന്നത് 10 ആണ്. നമ്മളുടെ ഉത്തരം 10. ആൻസർ 10 എന്ന് വരും. ഇത്ര ഉള്ളു പരിപാടി. സിമ്പിൾ അല്ലേ? വിത്തിൻ സെക്കൻഡ്സിൽ ആൻസർ കിട്ടിയില്ലേ? സോ അങ്ങനെയാണെങ്കിൽ എന്നാ വിളിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചാടിക്കേറി പറയും സാറേ ആൻസർ 7 അല്ലേ എന്ന് പറയും. പക്ഷെ തെറ്റാ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? എടാ ഇവിടെ ഇൻഫിനിറ്റി ഇല്ല. ഇവിടെ ഇൻഫിനിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, 7 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ അവിടെ ഇൻഫിനിറ്റി ഇല്ല. ഇൻഫിനിറ്റി ഇല്ലെങ്കിൽ ചെറിയൊരു പരിപാടിയുണ്ട്. എടാ ഇൻഫിനിറ്റി ഇല്ലെങ്കിൽ ചെറിയൊരു പരിപാടിയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഫൈനൈറ്റ് ആണ്. അതായത് കൃത്യമായ എണ്ണം ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ 3 എണ്ണമേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ 4 എണ്ണം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലെ 5 എണ്ണമാണ് ഉള്ളത്. കൃത്യമായ എണ്ണമുണ്ട്. അങ്ങനെ വരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എടാ ഒന്നാമത്തെ റൂട്ട് ഉണ്ടല്ലോ, ആ ഒന്നാമത് കിടക്കുന്ന റൂട്ടിന് താഴെ നിങ്ങൾ 2 എഴുതി വെക്കുക. വെറുതെ 2 എഴുതി വെക്കുക.
എല്ലായ്പ്പോഴും 2 തന്നെയാണ് എഴുതേണ്ടത്. ഏത് ചോദ്യം ചോദിച്ചാലും, ഇത്തരത്തിൽ വരുന്ന ഏത് ചോദ്യം ചോദിച്ചാലും ഒന്നാമത്തെ റൂട്ടിന് താഴെ 2 എന്ന് എഴുതി വെക്കണം, 2 എന്ന് എഴുതി വെക്കണം. സ്വാഭാവികമായിട്ടും 2 എല്ലാവരും എഴുതിയല്ലോ, എഴുതി. എടാ ഇനി ആ 2ന്റെ ഇരട്ടി എടുത്ത് അടുത്ത റൂട്ടിന് താഴെ എഴുതണം. അപ്പൊ 2ന്റെ ഇരട്ടി എത്ര? 2ന്റെ ഡബിൾ, 2ന്റെ ഇരട്ടി 4. കണ്ടോ? ആ 4ന്റെ ഇരട്ടി അടുത്ത റൂട്ടിൽ കൊണ്ടുവെക്ക്. 4ന്റെ ഇരട്ടി 8 ആണ്. അങ്ങനെ ഇരട്ടി എടുത്തെടുത്ത് പോകണം. ആദ്യം 2 എഴുതി, 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32. അങ്ങനെ ഇരട്ടി എടുത്തെടുത്ത് പോകണം. എന്നിട്ട് ആ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ എടുത്ത് പുറത്തേക്ക് എഴുതണം. റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ എടുത്ത് പുറത്തേക്ക് എഴുതണം. റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ എടുത്ത് പുറത്തേക്ക് എഴുതുക. അതിന്റെ പവറായിട്ട് എവിടെയാണോ നമ്മൾ എഴുതി അവസാനിപ്പിച്ചത് ആ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുക. നമ്മൾ എഴുതി പോയപ്പോൾ അവസാനിച്ച് നിൽക്കുന്ന നമ്പർ ഏതാണോ അതിൽ നിന്ന് 1 കുറയ്ക്കണം. ഇവിടെ 8-ലല്ലേ അവസാനിച്ചത്, അപ്പൊ 8-ൽ നിന്ന് കുറയ്ക്കുക. എടാ മക്കളെ, 8-ൽ നിന്ന് കുറച്ചാൽ 7. നിർത്തല്ലേ ഡിവൈഡഡ് ബൈ ആ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 8. അപ്പൊ ഉത്തരം 7/7/8 എന്ന് വരും. 7/7/8 ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. കുറച്ചുകൂടി നമ്മൾ ഒരു ഇക്വേഷൻ പോലെ പറയുവാണെങ്കിൽ റൂട്ടിനകത്തുള്ള സംഖ്യ എടുത്ത് നിങ്ങൾ പുറത്തേക്ക് എഴുതുക. എന്നിട്ട് അതിന്റെ പവറായിട്ട് നിങ്ങൾ ഇരട്ടി എടുത്തെടുത്ത് പോയില്ലേ? അവിടെ ഇരട്ടി എടുത്തെടുത്ത് പോയ ആ ലാസ്റ്റ് നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുക. ലാസ്റ്റ് നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുക ഡിവൈഡഡ് ബൈ ലാസ്റ്റ് നമ്പർ. കണ്ടോ? ഇവിടെ ലാസ്റ്റ് നമ്പർ 8 ആയിരുന്നു. 8-ൽ നിന്ന് 1 കുറച്ച 7 ഡിവൈഡഡ് ബൈ ലാസ്റ്റ് നമ്പർ 8. ഉത്തരം 7/7/8 എന്ന് വരും റൈറ്റ് ആൻസർ. ഇത്ര ഉള്ളായിരുന്നു പരിപാടി. സോ അങ്ങനാണെങ്കിൽ ഇതാ പിടിച്ചു രണ്ടാമത്തെ ക്വസ്റ്റ്യനെ. എടാ ഇൻഫിനിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആൻസർ 12 എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇൻഫിനിറ്റി ഇല്ലാത്തത് കൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ റൂട്ടിന് താഴെ 2 എന്ന് എഴുതിക്കോ. അതിന്റെ ഡബിൾ എടുത്ത് അടുത്ത റൂട്ടിൽ വെച്ചു. 2ന്റെ ഇരട്ടി 4 ആണ്. 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16. അങ്ങനെ ഇരട്ടി എടുത്ത് പോകണം. എവിടം വരെ ഉണ്ടോ അവിടം വരെ നിങ്ങൾ ഇരട്ടി എടുത്തെടുത്ത് പോകണം. എന്നിട്ട് ആ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ എടുത്ത് പുറത്തേക്ക് എഴുതുക. അതിന്റെ പവറായിട്ട് ഏത് നമ്പറിലാണോ അവസാനിച്ച് നിൽക്കുന്നത് അതിൽ നിന്ന് കുറയ്ക്കുക. ഏത് നമ്പറിലാണോ അവസാനിച്ച് നിൽക്കുന്നത് അതിൽ നിന്ന് കുറയ്ക്കണം. ഇവിടെ അവസാനിച്ച് നിൽക്കുന്നത് 16 ആണ്. 16ൽ നിന്ന് കുറയ്ക്കുക. 16ൽ നിന്ന് കുറച്ചാൽ 15 ഡിവൈഡഡ് ബൈ ലാസ്റ്റ് നമ്പർ 16 ആണ്. ഉത്തരം 12/15/16 എന്ന് വരും. 12/15/16 ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ അതേ മോഡലിൽ തന്നെ കിടക്കുന്ന മറ്റൊരു ചോദ്യം ശ്രദ്ധിച്ചോ. റൂട്ട് ഓഫ് 13 ഇൻഫിനിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആൻസർ 13 എന്ന് എഴുതി വെച്ചാൽ മതിയായിരുന്നു. എടാ ഇവിടെ ഇൻഫിനിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ റൂട്ടിന് താഴെ നിങ്ങൾ 2 എന്ന് എഴുതണം. എന്നിട്ട് അതിന്റെ ഡബിൾ എടുത്ത് അടുത്ത റൂട്ടിൽ കൊണ്ടുവെക്കണം. 2ന്റെ ഇരട്ടി 4 ആണ്. ആ 4ന്റെ ഇരട്ടി അടുത്ത റൂട്ടിൽ കൊണ്ടുവെക്കുക. 4ന്റെ ഇരട്ടി 8 ആണ്. 8ന്റെ ഇരട്ടി 16 എന്ന് വരും. 8ന്റെ ഡബിൾ 16 ആണ്. 16ന്റെ ഇരട്ടി 32 എന്ന് വരും. സോ അങ്ങനെ നിങ്ങൾ ഡബിൾ എടുത്തെടുത്ത് പോയി. 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16, 16ന്റെ ഇരട്ടി 32. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 32ന്റെ ഇരട്ടി 64 എന്ന് നമുക്ക് എഴുതാമായിരുന്നു. പക്ഷെ ഇല്ല, കുഴപ്പമില്ല. റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ എടുത്ത് പുറത്തേക്ക് എഴുതുക. എടാ റൂട്ടിനകത്ത് കിടക്കുന്ന സംഖ്യ 13 ആണ്. അതെടുത്ത് പുറത്തേക്ക് എഴുതുക. അതിന്റെ പവറായിട്ട് അതിന്റെ കൃതിയായിട്ട് എവിടെയാണോ അവസാനിച്ച് നിൽക്കുന്നത് അതിൽ നിന്ന് 1 കുറയ്ക്കണം. ഇവിടെ അവസാനിച്ച് നിൽക്കുന്നത് 32 ആണ്. 32ൽ നിന്ന് 1 കുറയ്ക്കുക. 32ൽ നിന്ന് 1 കുറച്ചാലേ 31.
ഡിവൈഡഡ് ബൈ ആ ലാസ്റ്റ് നമ്പർ 32 ആണ്. ഉത്തരം 13:31 ഡിവൈഡഡ് ബൈ 32 എന്ന് വരും ആൻസർ. സോ വളരെ പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങൾ നമ്മൾ വിതിൻ സെക്കൻഡ്സ് ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് നമ്മൾ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഇതാ പഠിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ഇത്തരം ചോദ്യങ്ങള് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്നുള്ള കാര്യം വീണ്ടും 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 ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എടാ ഇവിടെ നോക്കിയോ, ചോദ്യം വളരെ സിമ്പിൾ ചോദ്യം, സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യം. 0.777777 എക്സെട്ര എന്ന സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദശാംശ സംഖ്യ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നു. ഒരു ദശാംശ സംഖ്യ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ട് ആ സംഖ്യ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ദശാംശ സംഖ്യ ഇങ്ങനെ ആവർത്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അത്തരം സംഖ്യകളെ നമ്മൾ പറയുന്നത് ദശാംശ ആവർത്തന സംഖ്യകൾ എന്നാണ് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്തോണേ, ദശാംശ ആവർത്തന സംഖ്യകൾ എന്ന് പറയും. ഇംഗ്ലീഷ് നമ്മള് റെക്കറിംഗ് നമ്പർ എന്ന് പറയും. റെക്കറിംഗ് നമ്പർ എന്നാണ് പറയുന്നത്. റെക്കറിംഗ് നമ്പർ എന്നാണ് പറയുന്നത് കേട്ടോ. റെക്കറിംഗ് നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. എല്ലാ പരീക്ഷകളും നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് റെക്കറിംഗ് നമ്പർ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ റെക്കറിംഗ് നമ്പർ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു ദശാംശ സംഖ്യയുടെ അക്കങ്ങള് ഒരിക്കലും അവസാനിക്കാതെ അങ്ങനെ ആവർത്തിച്ച് പോകുന്നുണ്ടെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് ദശാംശ ആവർത്തന സംഖ്യകൾ, അല്ലെങ്കിൽ റെക്കറിംഗ് നമ്പർ എന്ന് പറയും. ദശാംശ ആവർത്തന സംഖ്യകൾ അല്ലെങ്കിൽ റെക്കറിംഗ് നമ്പർ എന്ന് പറയും. സോ ഇതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചുരുക്കി എഴുതണം. ആദ്യം എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ദശാംശ ആവർത്തന സംഖ്യ കിട്ടിയാൽ അതിനെ നിങ്ങൾ ചുരുക്കി എഴുതാൻ പഠിക്കണം മക്കളെ. എടാ ചുരുക്കി എഴുതണം. എങ്ങനെ ചുരുക്കി എഴുതണം എന്നറിയോ? അതായത് ഒന്നുമില്ല, നിങ്ങളൊരു ദശാംശ ആവർത്തന സംഖ്യ കാണുമ്പോൾ ഏത് അക്കമാണോ ആവർത്തിച്ചു പോകുന്നത് അതിന്റെ മുകളിൽ ഒരു വരയം കൊടുത്താൽ മതി. സോ അതിന്റെ അർത്ഥം അത് ആ സംഖ്യ ഉണ്ടല്ലോ ഇങ്ങനെ ആവർത്തിച്ചു പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനാണെങ്കിൽ 0.77777 എന്ന് കണ്ടാൽ നമുക്ക് എങ്ങനെ എഴുതാം? 0.7 ബാർ എന്ന് എഴുതി വെച്ചാൽ മതി. 0.7777 എന്ന് കണ്ടു കഴിഞ്ഞാല് അതിന് 0.7 ബാർ എന്ന് എഴുതുവാണെങ്കിൽ സംഭവം സെറ്റായി. എന്ന് പറഞ്ഞാല് 0.7 എന്ന് പറയുന്ന സംഖ്യ ഒരിക്കലും അവസാനിക്കാതെ അങ്ങനെ പോകുന്നു. 0.7777777 അങ്ങനെ പോകുന്നു. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് അവസാനിച്ചു. അതായത് തന്നിരിക്കുന്ന ദശാംശ ആവർത്തന സംഖ്യ ചുരുക്കി എഴുതുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി എടാ ഏത് സംഖ്യയാണോ ആവർത്തിച്ചു പോകുന്നത് അതിനെ അംശമായിട്ട് പരിഗണിക്കുക. ഏത് സംഖ്യയാണോ ആവർത്തിച്ചു പോകുന്നത് അതിനെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ ആയിട്ട് പരിഗണിക്കുക. ഇവിടെ ഏത് സംഖ്യ ആവർത്തിച്ചു പോകുന്ന 7 അല്ലേ? അപ്പോൾ 7 ആണ് അംശം. ഡിവൈഡഡ് ബൈ ഛേദം എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഛേദം എഴുതുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. ആ പോയിന്റിന്റെ വലതുവശം നോക്കണം. ഇവിടെ മക്കളെ പോയിന്റിന്റെ വലതുവശം നോക്കിയിട്ട് ആവർത്തിക്കുന്ന ഓരോ സംഖ്യക്ക് പകരം 9 കൊടുക്കുക. ആവർത്തിക്കുന്ന ഓരോ സംഖ്യക്ക് പകരം 9 കൊടുക്കുക. ഇവിടെ ആവർത്തിക്കുന്നത് ഒരേ ഒരു സംഖ്യ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരു 9 കൊടുത്താൽ പോരെ, മതി. അപ്പൊ ഉത്തരം എത്ര? 7/9 എന്ന് വരും ആൻസർ. ഇത്രേ ഉള്ളു പരിപാടി. സിമ്പിൾ അല്ലേ? ചില പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്തെന്നറിയോ? നിങ്ങളോട് ചോദിക്കും, എടാ കുഞ്ഞുങ്ങളെ 0.5 ബാർ അതിന് തുല്യമായ ഭിന്നസംഖ്യ രൂപം എന്ത് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം. അതായത് അങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്ക് കുറഞ്ഞു കിട്ടിയല്ലേ. സത്യം പറഞ്ഞാൽ അവർ തരുന്ന 0.555555 എന്ന് പറയുന്നതിന് പകരം 0.5 ബാർ എന്ന് പറഞ്ഞു. നമ്മൾ വൃത്തിയായിട്ട് അതൊന്ന് എഴുതി വെച്ചു. എന്നിട്ട് ഏത് സംഖ്യയാണോ ആവർത്തിക്കുന്നത് അതിനെ അംശമായിട്ട് പരിഗണിക്കുക. അപ്പൊ ഇവിടെ 5 ആണ് ആവർത്തിച്ചത്. 5 എന്ന് പറഞ്ഞ സംഖ്യ അംശമാണ്. ഇനി ഡിവൈഡഡ് ബൈ ഛേദം എഴുതുമ്പോൾ പോയിന്റിന്റെ വലതുവശം നോക്കിയിട്ട് ആവർത്തിക്കുന്ന ഓരോ സംഖ്യയ്ക്ക് പകരം 9 കൊടുക്കുക. ഇവിടെ ആവർത്തിക്കുന്ന ഒരേ ഒരാൾ മാത്രമാണ്. സോ 9 കൊടുത്താൽ മതി. ഉത്തരം 5/9 എന്ന് വരും ആൻസർ. സിമ്പിൾ അല്ലേ?
സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 0.25252525 എക്സെട്ര എന്ന് പറയുന്ന സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്ത് എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ട് നമ്മൾ തന്നിരിക്കുന്ന ദശാംശ ആവർത്തന സംഖ്യ ചുരുക്കി എഴുതുക. ചുരുക്കി എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയത് 0.25 ബാർ എന്ന് വന്നു. അതായത് 0.25 ബാർ എന്ന് വന്നു. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഏത് സംഖ്യയാണോ ആവർത്തിക്കുന്നത് അതിനെ അംശമായിട്ട് പരിഗണിക്കുക. ഇവിടെ ഏത് സംഖ്യയാണ് ആവർത്തിക്കുന്നത്? 25 എന്ന് പറയുന്ന സംഖ്യയല്ലേ ആവർത്തിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ ആയിട്ട് കരുതി കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ ഛേദം എഴുതുമ്പോൾ പോയിന്റിന്റെ വലതുവശം നോക്കിയിട്ട് ആവർത്തിക്കുന്ന ഓരോ സംഖ്യക്ക് പകരം 9 കൊടുക്കുക. ഇവിടെ 2 സംഖ്യകളാണ് ആവർത്തിക്കുന്നത്, 2 ഉം 5 ഉം. 2 പേർക്കും പകരം ഓരോ 9 കൊടുത്താട്ടെ നമ്മളുടെ ഉത്തരം 2 9 അങ്ങോട്ട് ചേർത്ത് എഴുതിക്കോ. ഉത്തരം 25 ഡിവൈഡഡ് ബൈ 99. അങ്ങനെയാണെങ്കിൽ എടാ പിള്ളേരെ എല്ലാവരും 0.373737 എക്സെട്ര എന്ന് പറയുന്ന ആ സംഖ്യയുടെ ഭിന്നസംഖ്യ രൂപ എന്തെന്ന് ചോദിച്ചാല് നിങ്ങൾ പറയും സാറേ 0.373737 എന്ന് കണ്ടാല് അതിന് നമുക്ക് 3.37 ബാർ എന്ന് എഴുതാം. 0.37 ബാർ എന്ന് എഴുതി വെക്കാം. എന്നിട്ട് ഏത് സംഖ്യയാണോ ആവർത്തിക്കുന്നത് അതിനെ അംശമായിട്ട് പരിഗണിക്കുക. ഇവിടെ 37 എന്ന് പറയുന്ന സംഖ്യയാണ് ആവർത്തിക്കുന്നത്, അതിനെ അംശമായിട്ട് പരിഗണിച്ചു. ഡിവൈഡഡ് ബൈ ഛേദം എഴുതുമ്പോൾ പോയിന്റിന്റെ വലതുവശം നോക്കിയിട്ട് ആവർത്തിക്കുന്ന ഓരോ സംഖ്യക്ക് പകരം 9 കൊടുക്കുക. ഇവിടെ 2 സംഖ്യകളാണ് ആവർത്തിക്കുന്നത്, 2 9 എഴുതിക്കൂ. ഉത്തരം 37/99 ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേടാ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ചോദ്യം ദാ പിടിച്ചു. ഇത് ഇതിന്റെ ആൻസർ താഴെ കമന്റ് ബോക്സിൽ ഇടുന്നിട്ടേക്കെ. ചോദ്യം ഇതാണ്, ദാണ്ടെ 0.783 എക്സെട്ര എന്ന് പറയുന്ന സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്ത് എന്നുള്ള കാര്യം ചെയ്ത് നിങ്ങൾ കമന്റ് ബോക്സിലെ ഒന്ന് രേഖപ്പെടുത്തിയേക്കെ. അപ്പൊ നിങ്ങൾക്ക് റെക്കറിംഗ് നമ്പർ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാല് സിമ്പിൾ ആയിട്ട് ആൻസർ ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിനൊക്കെ നമ്മൾ എത്ര സെക്കൻഡ്സ് ആണ് എടുത്തത്? വിത്തിൻ സെക്കൻഡ്സിൽ ആൻസർ കിട്ടി. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമോ, എല്ലാ പരീക്ഷയ്ക്കും കാണുന്ന ചോദ്യമോ. ഇവിടെ മക്കളെ x+1/xന്റെ വില 5 ആണെങ്കിൽ x² + 1/x² എത്ര എന്നാണ് ചോദിച്ചത്. കണ്ട ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച്. x+1/xന്റെ വില തന്നിട്ട് x² + 1/x² വില എത്ര എന്നാണ് ചോദിച്ചത്. ആണേ തൊട്ടടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ x-1/xന്റെ വില തന്നിട്ട് ചോദ്യകർത്താവ് x² + 1/x² എത്ര എന്ന് ചോദിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല, പിന്നെയും പോയി x+1/xന്റെ വില തന്നിട്ട് x³ + 1/x³ എത്ര എന്ന് ചോദിച്ചു. തീർന്നിട്ടില്ല, പിന്നെയും വരുന്നു x-1/xന്റെ വില തന്നിട്ട് x³ - 1/x³ വില എത്ര. 4 തരത്തിലുള്ള ചോദ്യം, 4ഉം നിർണായകമാണ്. അതായത് ഇതെല്ലാം ക്യൂബാ. എടാ ഇതെല്ലാം ക്യൂബാ, ഇത് സ്ക്വയറാ. അപ്പോൾ പരീക്ഷയ്ക്ക് ഒന്നുകിൽ സ്ക്വയറിന്റെ ചോദ്യം ചോദിക്കാം, അതും അല്ലെങ്കിൽ ക്യൂബിന്റെ ചോദ്യം ചോദിക്കാം. എടാ മക്കളെ സ്ക്വയർ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ എഴുതിയെടുത്തു. സ്ക്വയർ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ k² ± 2 ആണ് ഇക്വേഷൻ. എഴുതിക്കോ. സ്ക്വയറിന്റെ ചോദ്യമാണെങ്കിൽ k² ± 2, k² ± 2 3 വട്ടം പറ. k² ± 2 സ്ക്വയറിന്റെ ചോദ്യമാണെങ്കിൽ k² ± 2. ഇനി k എന്ന് പറഞ്ഞാല് അവര് തരുന്ന സംഖ്യ. ഇവിടെ 5 ആണെങ്കിൽ 5, 6 ആണെങ്കിൽ 6. അവരെന്താണോ തരുന്നത് ആ സംഖ്യയാണ് k യുടെ വില. ഇനി പ്ലസ് എടുക്കണോ മൈനസ് എടുക്കണോ എന്നുള്ളതല്ലേ സംശയം. എടാ നിങ്ങൾ നോക്കേണ്ടത് തുടക്കത്തിൽ എന്ത് ചിഹ്നമാണ് കിടക്കുന്നത് നോക്കുക. ചോദ്യത്തിന്റെ തുടക്കത്തിൽ എന്ത് ചിഹ്നമാണ് കിടക്കുന്നത് എന്ന് നോക്കണം. പ്ലസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നമാണ് എടുക്കേണ്ടത്. ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ എന്ത് ചിഹ്നമാണോ കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം നിങ്ങൾ എടുക്കണം. പ്ലസ് ആണെങ്കിൽ മൈനസ് ഉള്ള ഇക്വേഷൻ, അതായത് k² - 2. കണ്ടോ, തുടക്കത്തിൽ എന്ത് ചിഹ്നമാണോ കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എടുക്കണം.
പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്. സ്ക്വയർ ആണെങ്കിൽ, സ്ക്വയർ ചോദ്യമാണെങ്കിൽ കെ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2. എടാ മക്കളെ ക്യൂബിന്റെ ചോദ്യമാണെങ്കിൽ കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k, കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k. ഈ രണ്ട് ഇക്വേഷൻ വൃത്തിയായിട്ടൊന്ന് എഴുതിയെടുത്ത് ഒരു പേപ്പറിനകത്തോട്ട് എഴുതിയെടുത്ത് നിങ്ങൾ എപ്പോഴും നോക്കുന്ന ഒരു സ്ഥലത്തേക്ക് അങ്ങ് ഒട്ടിച്ചു വെച്ചേക്ക്, ഒരു മാർക്കം കടിക്കുക. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞിരുന്നു, സ്ക്വയറിന്റെ ചോദ്യമാണെങ്കിൽ കെ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2, ക്യൂബ് ആണെങ്കിൽ കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k ആണ്. ഈ രണ്ട് ഇക്വേഷൻ ജന്മം ചെയ്താൽ മറന്നു പോകരുത്. പിന്നെ ഏത് ഇക്വേഷൻ എടുക്കണം എന്ന് ചോദിച്ചാല്, പ്ലസ് എടുക്കണോ മൈനസ് എടുക്കണോ എന്ന് ചോദിച്ചാല്, എടാ കുഞ്ഞുങ്ങളെ തുടക്കത്തിൽ എന്ത് ചിഹ്നമാണോ കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം എടുക്കണം എന്നുകൂടി എന്ത് ചെയ്യണം, ഓർമ്മയിൽ സൂക്ഷിക്കണം, മറന്നു പോകരുത്. സോ അങ്ങനാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കെ സ്ക്വയർ മൈനസ് 2 ആണ്. കെയുടെ വില 5 ആണ്. എടാ 5ന്റെ സ്ക്വയർ 25 ആണ്. 25 2 കുറച്ചാല് 2 കുറച്ച ഉത്തരം 23. അപ്പോൾ ഒന്നും കൂടെ പിടിച്ചോ, സ്ക്വയർ ആണെങ്കിൽ കെ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2, ക്യൂബ് ആണെങ്കിൽ കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k ആണെന്ന് ഓർത്തിരിക്കുക. തുടക്കത്തിൽ എന്ത് ചിഹ്നമാണോ കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം എടുക്കണം എന്ന് ഓർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. സോ അങ്ങനാണെങ്കിൽ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ഹോംവർക്ക് ചോദ്യം തൊട്ട് താഴെ എല്ലാം കൂടെ ഒരുമിച്ച് കമന്റ് ചെയ്താൽ മതി. എടാ എക്സ് പ്ലസ് 1/xന്റെ വില 6 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എത്ര എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. ഓർമ്മയുണ്ടല്ലോ, കെ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2, തുടക്കത്തിലെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് മൈനസ് ഉള്ള ഇക്വേഷൻ കെ സ്ക്വയർ മൈനസ് 2 ആണ്. വൃത്തിയായിട്ട് ചെയ്തിട്ട് താഴെ ആൻസർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. ഇനി വീണ്ടും ചോദ്യം സ്ക്വയർ പ്രോബ്ലം ആണ്. ഇക്വേഷൻ കെ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2, തുടക്കത്തിലെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട്, എടാ മക്കളെ തുടക്കത്തിലെ ചിഹ്നം മൈനസ് ആണെങ്കിൽ പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. അതായത് കെ സ്ക്വയർ പ്ലസ് 2, കെ എന്ന് പറഞ്ഞാൽ അവര് തരുന്ന സംഖ്യ അത് 6 ആണ്. 6ന്റെ സ്ക്വയർ 36. 36ന്റെ കൂടെ 2 കൂട്ടിക്കൂ. 36ന്റെ കൂടെ 2 കൂട്ടിയാൽ നമ്മളുടെ ഉത്തരം 38. ആൻസർ 38 കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ നിങ്ങൾക്കുള്ള മൂന്നാമത്തെ ചോദ്യം ദാ പിടിച്ചോ. എക്സ് മൈനസ് 1/xന്റെ വില 7 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എത്ര എന്നുള്ള കാര്യം ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. സ്ക്വയർ പ്രോബ്ലം ആണ്. കെ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2 ആണ്. തുടക്കത്തിലെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് പ്ലസ് ഉള്ള ഇക്വേഷൻ കെ സ്ക്വയർ പ്ലസ് 2 ആണ്. കറക്റ്റ് ഇക്വേഷൻ ചെയ്തു വൃത്തിയായിട്ട് അതുകൂടി നിങ്ങൾ ആൻസർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ക്യൂബിന്റെ ചോദ്യമാണെങ്കിൽ ഇക്വേഷൻ കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k ആണ്. തുടക്കത്തിൽ എന്ത് ചിഹ്നമാണോ കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എടുക്കണം. ഇവിടെ പ്ലസ് ചിഹ്നം ആയതുകൊണ്ട് മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. കെ ക്യൂബ് മൈനസ് 3k ആണ് ചെയ്യേണ്ടത്. കെ എന്ന് പറഞ്ഞാൽ 5 ആണ്. എടാ മക്കളെ 5ന്റെ ക്യൂബ് എത്ര? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് കാണാതെ പഠിച്ചു വെച്ചോണം. 1ന്റെ ക്യൂബ് 1, 2ന്റെ ക്യൂബ് 8, 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 64, 5ന്റെ ക്യൂബ് 125, 6ന്റെ ക്യൂബ് 216, 7ന്റെ ക്യൂബ് 343, 8ന്റെ ക്യൂബ് 512, 9ന്റെ ക്യൂബ് 729, 10ന്റെ ക്യൂബ് 1000. അങ്ങനെ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് കാണാതെ പഠിച്ചു വെക്കുവാണെങ്കിൽ ഒരുപാടെടുത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ അപ്പൊ ഇവിടെ 5 ആയിരുന്നു. 5ന്റെ ക്യൂബ് 125 ആണ്. മൈനസ് 3k, കെയുടെ വില 5 ആണ്. 3k എന്ന് പറഞ്ഞാൽ 3 × 5 15. 125 15 കുറയ്ക്കുക. 125 15 കുറച്ചാല് ഉത്തരം 110 എന്ന് വരും ആൻസർ. സിമ്പിൾ. ഉത്തരം 110 ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള എന്റെ ചോദ്യം എന്താ പിടിച്ചു? നാലാമത്തെ ചോദ്യം ഇതാണ്. എക്സ് പ്ലസ് 1/xന്റെ വില 4 ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x³ എത്ര എന്നുള്ളതായിരുന്നു ചോദ്യം. എല്ലാം ഒന്ന് നോക്കിയിട്ട് വൃത്തിയായിട്ട് ചെയ്ത് അയക്കണം. ക്യൂബിന്റെ ചോദ്യമാണ്. കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k, തുടക്കത്തിലെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് മൈനസ് ഉള്ള ഇക്വേഷൻ ചെയ്യണം. കെ ക്യൂബ് മൈനസ് 3k ആണ്. ചെയ്ത ആൻസർ പറയണം. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ. എക്സ് മൈനസ് 1/xന്റെ വില 4 ആണെങ്കിൽ
എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് എത്ര എന്നാണ് ചോദ്യം. ക്യൂബിന്റെ ചോദ്യം ആയതുകൊണ്ട് ഇക്വേഷൻ കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k ആണ്. ആദ്യ ഇക്വേഷൻ എഴുതി വെച്ചു. തുടക്കത്തിലെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. അതായത് കെ ക്യൂബ് പ്ലസ് 3k. തുടക്കത്തിൽ എന്ത് ചിഹ്നമാണോ കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എടുക്കണം. ഇവിടെ കിടക്കുന്നത് മൈനസ് ആയതുകൊണ്ട് പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. കെയുടെ വില 4 അല്ലേ? കെയുടെ വില 4 ആണ്. 4ന്റെ ക്യൂബ് പ്ലസ് 3k എന്ന് പറഞ്ഞാല് കെയുടെ വില 4 ആണ്. 3k എന്ന് പറഞ്ഞാൽ 3 × 4 12. 4ന്റെ ക്യൂബ് 64 ആണ്. 64ന്റെ കൂടെ 12 കൂട്ടുക. 64ന്റെ കൂടെ 12 കൂട്ടിയാൽ ഉത്തരം 76 എന്ന് വരും. ഉത്തരം 76 ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആണേ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ചോദ്യം ദാ പിടിച്ചോ. ഇത് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ന്റെ ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ചോദ്യം ഇതായിരുന്നു, x - 1/x വില 6 ആണെങ്കിൽ ചോദ്യം എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബിന്റെ വില എത്ര എന്നാണ് ചോദ്യം. ക്യൂബ് ആയതുകൊണ്ട് എന്തായാലും ഇക്വേഷൻ കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k ആണ്. തുടക്കത്തിലെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. കെ ക്യൂബ് പ്ലസ് 3k എടുത്ത് ചെയ്ത് വൃത്തിയായിട്ട് ആൻസർ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്ക്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്ക്വയറിന്റെ പഠിച്ചു, അതേപോലെ ക്യൂബിന്റെ ചോദ്യം പഠിച്ചില്ലേ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. എടാ പിള്ളേരെ, എക്സ് പ്ലസ് 1/x വില തന്നിട്ട് x - 1/x വില എത്ര എന്ന് ചോദിക്കും. അത് കൊള്ളാമല്ലോ. എന്താണ് പ്രത്യേകത? പ്ലസ് മാറി മൈനസ് വന്നു, അത്രേ ഉള്ളൂ. സ്ക്വയറും ക്യൂബും ഒന്നും അല്ല, പ്ലസ് മാറി മൈനസ് വന്നു. അപ്പൊ അങ്ങനാണെങ്കിൽ x - 1/x വില തന്നിട്ട് x + 1/x വില എത്ര എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതും നമ്മുടെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ, അതായത് ചിഹ്നം മാത്രമേ മാറിയിട്ടുള്ളൂ, ചിഹ്നം ജസ്റ്റ് മോൾട്ടറായി, അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ അങ്ങനെ ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ √k² പ്ലസ് ഓർ മൈനസ് 4 എഴുതിയെടുത്തോ. √k² പ്ലസ് ഓർ മൈനസ് 4 എഴുതിയെടുത്തോ. √k² പ്ലസ് ഓർ മൈനസ് 4 എന്ന് എഴുതിയെടുക്കണം. സോ അങ്ങനാണെങ്കിൽ ഇവിടെ കെയുടെ വില 8 അല്ലേ? ആണ്. കെയുടെ വില 8 ആണ്. കെയുടെ വില 8 ആണ്. ഒന്നും കൂടി ഇക്വേഷൻ എഴുതുന്നു. √k² പ്ലസ് ഓർ മൈനസ് 4 ആണ് ഇക്വേഷൻ. കെയുടെ വില 8 ആണ്. അപ്പൊ നമ്മൾ എഴുതിയെടുത്തു കെയുടെ വില 8, 8ന്റെ സ്ക്വയർ. തുടക്കത്തിലെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. -4. 8ന്റെ സ്ക്വയർ 64 ആണ്. -4. 64 ന്ന് 4 കുറച്ചാൽ 60 വരും. ഉത്തരം √60 എന്ന് എഴുതി വെച്ചാൽ മതി. കാരണം 60ന് റൂട്ട് ഇല്ല, അതുകൊണ്ട് √60 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാല് 1 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല. അപ്പോൾ സ്ക്വയർ ആണെങ്കിൽ k² പ്ലസ് ഓർ മൈനസ് 2, ക്യൂബ് ആണെങ്കിൽ k³ പ്ലസ് ഓർ മൈനസ് 3k. ചിഹ്നം മാറി വരുന്ന ചോദ്യമാണെങ്കിൽ x + 1/x വില തന്നിട്ട് x - 1/x വില കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ, അല്ലെങ്കിൽ x - 1/x വില തന്നിട്ട് x + 1/x വില കണ്ടുപിടിക്കാൻ ചോദിച്ചാല് √k² പ്ലസ് ഓർ മൈനസ് 4 ആണ് ഇക്വേഷൻ എന്നുകൂടി ഓർത്തിരിക്കണം. കെയുടെ വില 8 ആണ്. തൊട്ട് താഴെ ഒരു ചോദ്യം കിടപ്പുണ്ട്. സോ x + 1/x വില 5 ആണെങ്കിൽ x - 1/x വില എത്ര എന്നാണ് ചോദ്യം. നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തേ. √k² പ്ലസ് ആയതുകൊണ്ട് മൈനസ് ഉള്ള ഇക്വേഷൻ -4. കെയുടെ വില 5 ആണ്. 5ന്റെ സ്ക്വയർ 25. 25 ന്ന് 4 കുറച്ചാല് ഉത്തരം 21. സോ യുവർ ആൻസർ ഈസ് 21. ഇത്ര ഉള്ള പരിപാടി. √21 എന്ന് എഴുതി അവസാനിപ്പിക്കണം. സോ അങ്ങനെയാണെങ്കിൽ x - 1/x വില 8 ആണെങ്കിൽ x + 1/x വില എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഇക്വേഷൻ √k² പ്ലസ് ഓർ മൈനസ് 4 ആണ്. ആണേ. തുടക്കത്തിൽ കിടക്കുന്ന ചിഹ്നം പ്ലസ് ആയതുകൊണ്ട്, തുടക്കത്തിൽ കിടക്കുന്ന ചിഹ്നം മൈനസ് ആയതുകൊണ്ട് പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. അതായത് √k² പ്ലസ് 4 √k² പ്ലസ് 4 എന്ന് വരും. √k² പ്ലസ് 4 √k² പ്ലസ് 4. ഓക്കെ, യെസ്. കെയുടെ വില 8 ആണ്.
കെയുടെ വില 8 ആണ്. 8ന്റെ സ്ക്വയർ 64. 64ന്റെ കൂടെ 4 കൂട്ടിക്കോ. 64ന്റെ കൂടെ 4 കൂട്ടിയാൽ ഉത്തരം √68 എന്ന് എഴുതി അവസാനിപ്പിക്കുക. 1 മാർക്ക് നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം x-1/xന്റെ വില 6 ആണെങ്കിൽ x+1/xന്റെ വില എത്ര എന്നുള്ള കാര്യം കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തണം. ചിഹ്നം മാറി വരുന്ന ചോദ്യമാണ്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 അങ്ങനെ വൃത്തിയായിട്ട് എഴുതി വെക്കണം. അങ്ങനെ കുറെ ടൈപ്പ് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ വിത്തിൻ സെക്കൻഡ്സിലെ ആൻസർ കിട്ടും. സോ ഇത്തരം ചോദ്യങ്ങളെല്ലാം ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതി വെക്കണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സോ ഇവിടെ ചോദ്യം അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. ഇവിടെ മക്കളെ P/Qവിന്റെ വില 2/5, 2 അംശബന്ധം 5. Q/R വില 1 അംശബന്ധം 3. അങ്ങനെയാണെങ്കിൽ ഈ 2 അംശബന്ധങ്ങൾ മിക്സ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചത് P/Q/R എത്ര എന്നാണ് ചോദിച്ചത്. ഇങ്ങനെ 2ഓ 2-ലധികമോ അംശബന്ധങ്ങൾ തന്നിട്ട് ഒരുമിച്ച് ഒറ്റയടിക്ക് മിക്സ് ചെയ്ത് ഒരൊറ്റ അംശബന്ധമാക്കി മാറ്റാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്നുമില്ലടാ, നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് വേണ്ടത് P/Q/R അല്ലേ കണ്ടുപിടിക്കേണ്ടത് ആണ്. അത് അങ്ങോട്ട് എഴുതാം. തന്നിരിക്കുന്ന ഓരോ സെറ്റ് അംശബന്ധങ്ങൾ ഓരോ വരിയായിട്ട് എഴുതണം. P/Qവിന്റെ വില എത്ര? Pയുടെ വില 2, Qവിന്റെ വില 5. വൃത്തിയായിട്ട് എഴുതി. തന്നിരിക്കുന്ന ഓരോ സെറ്റ് അംശബന്ധങ്ങള് ഓരോ റോ വൈസ് താഴോട്ട് എഴുതണം, വരിയായിട്ട് താഴോട്ട് എഴുതണം. P/Q 2, 5 ഫസ്റ്റ് റോയിൽ എഴുതി. Q/R 1, 3 അടുത്ത റോയിലെ Qവിന്റെ വില 1, Rന്റെ വില 3 എഴുതുക. കണ്ടോ? ഇനി ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അടുത്ത റോയിൽ എഴുതണം. അപ്പൊ തന്നിരിക്കുന്ന ഓരോ സെറ്റ് അംശബന്ധങ്ങളെ ഓരോ വരിയായിട്ട് എഴുതണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഒന്നാമത്തെ റോയില് അവസാനത്തെ നമ്പർ മിസ്സിംഗ് ആണ്. ആണേ, രണ്ടാമത്തെ റോയില് ആദ്യത്തെ നമ്പർ മിസ്സിംഗ് ആണ്. മിസ്സായി പോയ നമ്പറിന് വേണ്ടിയിട്ട് ആ റോയിലെ ആ നമ്പറിന്റെ അടുത്തുള്ള സംഖ്യ അങ്ങ് എടുത്ത് എഴുതി വെക്കുക. എടാ, മിസ്സായി പോയ നമ്പറിന് വേണ്ടിയിട്ട് ആ റോയിലെ ആ നമ്പറിന്റെ അടുത്തുള്ള സംഖ്യ എടുത്ത് എഴുതുക. സോ ഇതിനടുത്തുള്ള സംഖ്യ 5 അല്ലേ, 5 അങ്ങോട്ട് എഴുതിക്കോ. ഇതിനടുത്തുള്ള സംഖ്യ ഏതാ? 1 അല്ലേ, 1 എഴുതിക്കോ. കഴിഞ്ഞോ? ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? താഴോട്ട് ഗുണിക്കണം. താഴോട്ട് ഗുണിക്കുക. 2 1 കൂടെ ഗുണിച്ചാൽ 2 × 1 2. 5 1 കൂടെ ഗുണിച്ചാൽ 5 × 1 5. 5 3 കൂടെ ഗുണിച്ചാല് I3 15 എന്ന് വരും. ഉത്തരം 2 അംശബന്ധം 5 അംശബന്ധം 15 എന്ന് വരും ആൻസർ. അപ്പൊ 2ഓ 2-ലധികമോ അംശബന്ധങ്ങൾ തന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരൊറ്റ ഒരു അംശബന്ധമാക്കി മാറ്റാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാല് തന്നിരിക്കുന്ന ഓരോ സെറ്റ് അംശബന്ധങ്ങളെ ഓരോ വരിയായിട്ട് എഴുതണം. ഫസ്റ്റ് റോയിൽ എഴുതുക, അടുത്ത റോയിൽ അടുത്ത സെറ്റ് എഴുതുക, എന്നിട്ട് മിസ്സായി പോയ നമ്പർ കാണും. എടാ, മിസ്സായി പോയ നമ്പറിന് വേണ്ടിയിട്ട് ആ റോയിലെ ആ നമ്പറിന്റെ അടുത്തുള്ള സംഖ്യ എടുത്ത് എഴുതി വെക്കുക. എന്നിട്ട് താഴോട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾക്ക് കിട്ടും.